ഉഡായിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ ഉഡായിപ്പ്, ചേറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ ചേറ്റത്തരം, വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം. ഉഡായിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ ഉഡായിപ്പ്, ചേറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ ചേറ്റത്തരം, വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം. എൻ്റെ പൊന്നാരച്ചായ, ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ തളരാൻ നിൽക്കരുത്. നിങ്ങളെ ഈ ചാരിറ്റി മുന്നോട്ട് പോയിക്കോട്ടെ. നിങ്ങളെ കാത്തിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് സഹായിക്കുന്നു, രോഗികൾക്ക് അവരുടെ ചികിത്സക്കുള്ള ഫണ്ട് കൊടുത്തിട്ട് സഹായിക്കുന്നു, വീട് ജപ്തി ചെയ്യാൻ പോണവർക്ക് അത് വേറെ. അങ്ങനെ പല രീതിയിൽ, പല നിലക്ക്, പല ലെവലിൽ നമ്മളെ അച്ചായ എന്ത് ചെയ്യാണ്, ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കണം. പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രയാസങ്ങൾ ഒക്കെ അറിഞ്ഞുകൊണ്ട് സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് തന്നെ അവരെ സഹായിക്കണം. സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് തന്നെ അങ്ങനെ അവരെ എന്ത് ചെയ്യാണ്, സഹായിക്കണം. അത് ഒരാൾക്കല്ല, രണ്ടാൾക്കല്ല, മൂന്നാൾക്കല്ല, 10 ആൾക്കല്ല, 15 ആൾക്കല്ല, 20 ആൾക്കാരല്ല, അത്യാവശ്യം ആൾക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നമ്മളെ ടോണി അച്ചായൻ, അച്ചായൻസ് ഗോൾഡിന്റെ ടോണി അച്ചായൻ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പലരും വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 1 ഔൺസ് വെള്ളം ഒരാൾക്ക് മേടിച്ചു കൊടുക്കാത്ത ആൾക്കാരാണ് എന്ത് ചെയ്യണത്, അദ്ദേഹത്തിനെതിരെ ട്രോളുകയും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അച്ചായൻ അങ്ങനെ ചെയ്തു, അച്ചായൻ ഇങ്ങനെ ചെയ്തു, അച്ചായൻ ആള് മഹാ ഫ്രോഡാണ്, അച്ചായൻ അത് ഉടായ്പാണ്, അങ്ങനെയാണ്, ഇങ്ങനെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ അച്ചായനെതിരെ വീഡിയോസ് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. സൈബർ അറ്റാക്ക് എന്നുള്ള ലെവലിൽ അച്ചായൻ അങ്ങനെ ചെയ്തു, അച്ചായൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അച്ചായൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അച്ചായൻ്റെ മറ്റേ സ്വർണ്ണക്കടയുടെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെയുള്ള തേങ്ങയാണ്, മാങ്ങാണ്, ചപ്പാണ്, ചവറാണ്, അങ്ങനെ ഹലാക്കിൻ്റെ ഔലൂസും കഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ, പല ലെവലിൽ അച്ചായനെ തളർത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പറയുന്നവരൊക്കെ 1 ഔൺസ് വെള്ളം പോലും മേടിച്ചു കൊടുക്കാത്ത ആൾക്കാരാണ്. ഇത് 1 ഔൺസ് വെള്ളം പോലും മേടിച്ചു കൊടുക്കാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ് പരത്തി ആകെ നാശകോശമായിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നാരച്ചായ, നിങ്ങൾ ഇതിനൊന്നും തളരരുത്. നിങ്ങൾ സഹായിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട്, നിങ്ങളെ സഹായത്തിന് വേണ്ടിയിട്ട്, സഹായം കിട്ടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ജീവിതം വഴിമുട്ടിയ ഒരുപാട് ആൾക്കാർ, ജീവിതം വഴിമുട്ടിയത് ഇനി എന്ത് ചെയ്യണം, ഇനി മുന്നോട്ടെങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിരിക്കണം ഒരുപാട് ആൾക്കാരുടെ ഇടയിലേക്കാണ് അച്ചായ ഇറങ്ങിച്ചില്ലുന്നത്. അതായത് കൊള്ളപ്പലിശക്കാർ മൂലം വീട് നഷ്ടപ്പെട്ടവർ, അസുഖം മൂലം കഷ്ടപ്പെടുന്നവർ, വീടില്ലാതെ ഒരത്താണില്ലാത്തവർക്ക്, നിർധനരായ ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ പല രീതിയിൽ, പല ലെവലിൽ അച്ചായൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം സോഷ്യൽ മീഡിയയിലായാലും എവിടെ ആയാലും അച്ചായൻ അതിന് വീഡിയോസും മറ്റുള്ളതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിനൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ അച്ചായനെ തളർത്തരുത്. അച്ചായൻ ഈ ചാരിറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിൽ നഷ്ടം വരുന്നത്, അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവരാണ് ബുദ്ധിമുട്ടുന്നത്. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ മൊബൈലും പിടിച്ച്, അല്ലെങ്കിൽ മറ്റേ ക്യാമറയും പിടിച്ചിരുന്നിട്ട് അച്ചായൻ്റെ അങ്ങനെ ചെയ്ത് അച്ചായൻ മഹാക്രൂരനാണ്, അച്ചായൻ മഹാവടക്കാണ്, അച്ചായന് ഇതാണ് ചാരിറ്റിയുടെ മറവിൽ തട്ടിപ്പാണ്, പിരിവ് നടത്തുകയാണ്, അങ്ങനെയാണ്. അതൊന്നുമില്ല. സംഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പിരിവ് നടത്തുന്നവരുണ്ട്. അതായത് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് സമാഹരിച്ചിട്ട് എന്ത് ചെയ്യാണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ രോഗികൾക്കൊക്കെ എത്ര 50 ലക്ഷം വേണം, 1 കോടി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാറ്റ് നടത്തുന്നവരുണ്ട്. നല്ല രീതിയിൽ ചാറ്റ് നടത്തുന്നവരുണ്ട്, കാശ് മുക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് സ്വന്തം കേശയിൽ നിന്ന് കാശെടുത്ത് ചിലവാക്കിയിട്ടാണ് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം അദ്ദേഹത്തെ അത് ചെയ്യണതിനെതിരെ എന്ത് ചെയ്യാണ്, അത് ശരിയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല. എൻ്റെ പൊന്നാരച്ചായ, അതൊക്കെ ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങളെ കാത്തിട്ട് ഒരുപാട് ജനങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളെ സഹായം കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഒരു കൈ സഹായം കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളൊരു ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിൽ വെയിറ്റിങ്ങിലാണ്. കാരണം എങ്ങനെയെങ്കിലും അച്ചായനൊന്ന് ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് എത്തിപ്പെട്ടാൽ മതി, ഞങ്ങളൊന്ന് സഹായിച്ചാൽ മതി, അച്ചായനൊരു സഹായം ഒന്ന് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ അച്ചായനെ സഹായിച്ചിട്ടുമുണ്ട്, സഹായിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതൊക്കെ സംഭവം ശരി തന്നെ. പക്ഷെ
ഒരൗൺസ് വെള്ളം പോലും മേടിച്ചു കൊടുക്കാത്തവർ അച്ഛനെതിരെ കമന്റ് ഇടുന്നതും കമന്റ് സൈബർ അറ്റാക്ക് ഇയാൾ ഉടായിപ്പാണെന്നൊക്കെ പറഞ്ഞാണ്. കമന്റിന്റെ സെക്ഷൻ വേറെ, വീഡിയോസിന്റെ സെക്ഷൻ വേറെ. അപ്പോൾ പല ലെവലില്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു ഔൺസ് വെള്ളം പോലും ഒരാൾക്ക് മേടിച്ചു കൊടുക്കാത്ത ആൾക്കാരൊക്കെയാണ് ഈ വീഡിയോസായിട്ട് അച്ചായൻ മഹാ ഫ്രോഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ്. വീഡിയോസ് ഇടുന്നോണ്ടൊന്നും കുഴപ്പമുള്ളതല്ല. പക്ഷെ എന്താണ്, ഒരാളൊരു കാര്യം എന്നല്ല അയാൾ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം, അത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. അയാളെ അങ്ങനെ തളർത്തരുത്. അച്ചായൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനോ, ഇതിഞ്ഞ് PR വർക്കും QR വർക്കും ഒന്നല്ല, ഇത് നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം അച്ചായൻ ചെയ്തൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം ഒന്ന് നിർത്താന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു ഒരു സങ്കടമായി. കാരണം അങ്ങനെ ഒരു സ്വന്തം സമ്പാദ്യത്തിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെ ചെയ്ത് കഴിഞ്ഞാലും നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉറുപ്പ് ഒരാൾക്ക് സഹായിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു കൂലി അല്ലെങ്കിൽ ഒരു പുണ്യം, അങ്ങനെ ഒരു പുണ്യപ്രവർത്തി. 1 രൂപ സഹായിച്ചെങ്കിലും അതൊരു പുണ്യപ്രവർത്തിയാണ്. അപ്പോൾ 10 ലക്ഷം, അതുപോലെ 15 ലക്ഷം, 20 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം അതൊക്കെ കൊടുക്കുമ്പോൾ അത് നല്ലൊരു മനസ്സുള്ള ആൾക്കാർക്ക് തന്നെ പറ്റുള്ളൂ. പിന്നെ അതിന് പരസ്യത്തിന് വേണ്ടി ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അവനാണ്ട് സമ്പാദിച്ച് തന്നെ കൊടുക്കുന്നത്. പിന്നെ അതിനെതിരെ വളച്ചൊടിച്ച് ആകെ സോഷ്യൽ മീഡിയയിൽ ആകെ നാശാക്കുക, അച്ചായൻ ഇതിനങ്ങനെ ചെയ്തു, അച്ചായൻ എന്തെങ്കിലും ചെയ്തു, അതും ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷെ എന്താണ്, ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല, ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, കുത്തി നോവിക്കാൻ പാടില്ല. അതൊക്കെ വളരെ എന്താ പറയുക, വളരെ മോശം, അങ്ങനെ തന്നെ പറയാം. അപ്പം അച്ചായൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അച്ചായൻ്റെ സഹായങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, അച്ചായൻ്റെ സഹായം ലഭിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. കാരണം ഓരോരുത്തർക്ക് ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴാണ്, സഹായിക്കാൻ ആരുമില്ലാത്തവർക്ക് ഒരു അത്താണിയാണ് അച്ചായൻ എന്നുള്ളത് വളരെ സത്യം തന്നെയാണ്. അത് വളരെ കൃത്യമായ സത്യം തന്നെയാണ്. സഹായിക്കാൻ ആരുമില്ലാത്തവർക്കൊക്കെ അത്താണിയായിട്ട് മാറണം അച്ചായൻ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നുണ്ട്, പിന്നെ രോഗികൾക്ക് അവരെ ചികിത്സക്കുള്ള കാശ് കൊടുക്കുന്നുണ്ട്. ആധാരൊക്കെ ബാങ്കിൽ വെച്ചിട്ട് അതൊക്കെ പലിശയുടെ പലിശ ഒക്കെ കൂടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ആധാരം ബാങ്കിലാണ്, ആ ആധാരം എടുക്കാൻ ഒരു നിവർത്തിയില്ല, പലിശ കൂടി 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 വീട് ജപ്തി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെ അനുഭവത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താ, അതിൻ്റെ പ്രയാസം എന്താന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അച്ചായനെ വെറുതെ ഇതിലിട്ടിട്ട് കുത്തി നോവിക്കാണ്ട് ഒരൗൺസ് വെള്ളം എന്ത് ആർക്കെങ്കിലൊക്കെ മേടിച്ചു കൊടുക്കാൻ നോക്കിക്കള്. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചാരിറ്റിയുടെ മറവിൽ തട്ടിപ്പുണ്ട്, അത് വേറെ കാര്യം. അത് പലരും ചെയ്യണവരൊക്കെ ഉണ്ട് എന്നുള്ളത് സംഭവം ശരി തന്നെയൊക്കെ ഉണ്ട്. കാരണം 1 ലക്ഷം റുപ്യ മേടിച്ചിട്ട് പെരുവാടത്തിൽ 1 ലക്ഷം റുപ്യ മേടിക്കുക, എന്നിട്ട് അതിൽ നിന്നൊരു 10,000 20,000 എടുത്ത് ബാക്കി 80,000 കൊടുക്കുക, അല്ലെങ്കിൽ 70,000 കൊടുക്കുക, അങ്ങനത്തെ ലെവലൊക്കെ ഉള്ള സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ പാവപ്പെട്ടവർക്ക് ഇറങ്ങി ചെന്ന് സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകത വേറെ തന്നെയാണ്. അത് പരസ്യത്തിനായാലും പരസ്യത്തിനല്ലെങ്കിലും അതിലൊരു കഥയില്ല, ഒരു കാര്യമില്ല. പരസ്യം കിട്ടിക്കോട്ടെ, അതൊന്നും പ്രശ്നമുള്ള കേസല്ല. പക്ഷെ എന്താണ്, അച്ചായന് ഈ ചാറ്റ് നിർത്തരുത്. അച്ചായനെ നിങ്ങൾ വെറുതെ മറ്റേ കുത്തി നോവിച്ചിട്ട് അയാളെ തളർത്തരുത്. അയാളെ വെറുതെ വിട്ടേക്ക്. അയാൾ ജനങ്ങളെ സഹായിക്കട്ടെ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യട്ടെ. ഉപദ്രവം നല്ലല്ലോ ചെയ്യുന്നു, ഉപകാരം നല്ലല്ലോ ചെയ്യുന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്താ, ജനങ്ങളെ സഹായിച്ചിട്ട് അയാളുടെ സഹായം ജനങ്ങൾക്ക് ലഭിച്ചിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. അയാളെ വെറുതെ കുത്തി നോവിക്കണ്ട. അയാളങ്ങനെ ചാറ്റൊക്കെ ചെയ്തിട്ട് ജീവിക്കട്ടെ, ഉഷാറാവട്ടെ. ചില ആൾക്കാർ പറഞ്ഞ് ബോബി ചമ്മണ്ണൂർ ആവാൻ ശ്രമിക്കാന്ന്. അയാൾ ബോബി ചമ്മണ്ണൂർ ആവാൻ ശ്രമിച്ചോട്ടെ, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അയാളെ സ്വന്തം പോക്കറ്റ് കായ എടുത്തിട്ട് ജനങ്ങൾക്ക് കൊടുക്കണ്, അയാൾ ചാറ്റ് ചെയ്യണം, അതൊക്കെ വേറെ അയാളെ ഇഷ്ടം. കമന്റിലൊക്കെ ഭയങ്കരമാണ് ബോബി ചമ്മണ്ണൂർ ആവാൻ ശ്രമിച്ചോട്ടെ, അത് അയാളെ ഇഷ്ടമല്ല. അയാൾ ബോബി ചമ്മണ്ണൂർ അനുകരിക്കണേ അത് അനുകരിച്ചോട്ടെ. പക്ഷെ എന്താണ്, അയാൾ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, വീടില്ലാത്തവർക്ക് വീട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ 1 ഔൺസ് വെള്ളം പോലും മേടിച്ചു കൊടുക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക, 1 ഔൺസ് വെള്ളമെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് അപ്പോൾ ആ ലെവലല്ലേ. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.